എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് യാത്രകൾ കുറവായതുകൊണ്ടല്ല, വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്കതൊരു വർത്താവുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. എന്തിനാണ് നോർത്ത് ഈസ്റ്റിൽ പോകുന്നതെന്ന് വെച്ചാൽ, ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ മാഷിൻ്റെ ട്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഈ അടുത്ത ദിവസങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ നാഗാലാൻഡിലുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്നത്. അതിനോടൊപ്പം നമ്മൾ കുറച്ച് വീഡിയോസും കൂടി ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഈ മാരുതി 800 കാറിലാണ് വീട്ടിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ പോകുന്നത്. അവിടെ നിന്ന് ഹൈദരാബാദ് ഫ്ലൈറ്റ് ഉണ്ട്, ഹൈദരാബാദിൽ നിന്ന് ഗൗഹാട്ടി ഫ്ലൈറ്റ് ഉണ്ട്, ഗൗഹാട്ടിയിൽ നിന്നാണ് നമ്മൾ ദിമാപൂർക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത്യാവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തേക്കുണ്ടോ. അപ്പോൾ പാർക്കിങ്ങിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂറത്തേക്ക് 100 രൂപയാണ് ചാർജ്. വേണമെങ്കിൽ നമുക്ക് പുറത്തിട്ടിട്ട് വരാവുന്നതാണ്, പക്ഷേ ഈ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലിട്ട് നേരെ ഇപ്പോൾ നമുക്ക് പുറപ്പെടേണ്ട സ്ഥലത്തേക്ക് നടക്കുവാണ്. നമ്മളങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്ന് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് എത്തി.
അപ്പോൾ ഇവിടെ 3/4 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് നേരെ ഗൗഹാട്ടിയിലേക്ക് പോവാണ്. എന്തായാലും ഡയറക്റ്റ് ഗൗഹാട്ടിയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെ നമ്മൾ 300 രൂപയുടെ ചായയും കുടിച്ച് ഇവിടെ നിന്ന് നേരെ ഗൗഹാട്ടിയിലേക്ക് പോവാം. നമ്മളെത്തിയപ്പോഴത്തേക്കും ബോർഡിങ് തുടങ്ങി. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ചായ കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ കയറട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളപ്പോൾ പറയാം. ഇവിടുന്ന് പോകുമ്പോൾ കാലാവസ്ഥ നല്ല മോശമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഇടിവെട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ടർബുലൻസും ഉണ്ട്. ഏകദേശം എടപ്പള്ളി പറവൂർ റോട്ടിലൂടെ വണ്ടി ഓടിക്ക് പോകുമ്പോൾ ഉള്ളൊരു ഫീലാണ് ശരിക്കും. നല്ല രീതിയിലാണ് ടർബുലൻസ് ഉണ്ട്. അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലോകനാഥപ്രിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആസാം. അതായത് ഇവിടെ നിന്നാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അങ്ങനെ നമ്മളെ കാത്ത് നമ്മുടെ ആസാം ഗൗഹാട്ടി എയർപോർട്ടിൽ ദേവ് സാർ ഉണ്ടായിരുന്നു. ദേവ് സാർ എന്ന് പറയുന്നത് കേരള സമാജത്തിൻ്റെ എല്ലാമാണ് ദേവ് സാർ. അപ്പോൾ ആസാമിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് നാഗാലാൻഡിലേക്കാണ്, നാഗാലാൻഡിലെ ദിമാപൂരിലേക്കാണ്. അപ്പോൾ നമുക്ക് ദിമാപൂരിൽ എയർപോർട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ എയർപോർട്ട് ഉണ്ട്, പക്ഷേ ആ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ്, അത് ഇൻ്റർനാഷണൽ എയർപോർട്ടല്ല. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12,000 to 20,000 രൂപയോളം ഒരാൾക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് അത്ര അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിവിടുന്ന് 2 ടയർ AC ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ടയർ AC ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പറോ 3 ടയറോ AC ആയി കഴിഞ്ഞാൽ ഒരു ലോക്കൽസ് ഒരുപാട് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ 2 ടയർ AC ആൻഡ് എബവ് ആണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആസാമിൽ ഹർത്താലാണ്. കാരണം പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ, ആസാമിലെ ഒരു സംഗീതജ്ഞൻ മരണപ്പെടുകയുണ്ടായി സിംഗപ്പൂർ വെച്ച്. ഇനി അദ്ദേഹത്തിൻ്റെ ബോഡി വരുന്നത് വരെയും ഇവിടെ ഹർത്താലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഗൗഹാട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എല്ലാവരും ഇങ്ങനെ മുറുക്കിത്തുപ്പിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിലെല്ലായിടത്തും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. കണ്ടോ, ഇവിടെ ആസാമിൻ്റെ ആ ഒരു ട്രഡീഷണൽ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിലെല്ലാം കാണിക്കുന്നുണ്ട്.
ഇതാണ് നോർത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ഒരു പ്രതീകമായ നോർത്ത് ഈസ്റ്റ് ക്യൂൻ. ഈ സംഭവം നമ്മുടെ മദ്രാസിലുണ്ട്. മദ്രാസിൽ സദേൺ ക്യൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് ആസാമിനെ പ്രതിനിധീകരിച്ച വാർ ഹീറോസിൻ്റെ മെമ്മറിയാണ്. അങ്ങനെ രാത്രി 11:30 കൂടി നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിലെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ദിമാപൂരെത്തി. അങ്ങനെ ഇവിടെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി രാധാകൃഷ്ണ സാർ എത്തിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ നമ്പർ കണ്ടപ്പോൾ എറണാകുളം രജിസ്ട്രേഷനാണെന്ന് വിചാരിച്ചിട്ടോ. ഇവിടുത്തെ രജിസ്ട്രേഷൻ NL07 ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ KL07 പോലെ തോന്നും. അങ്ങനെ കിയ സെൽറ്റോസിൽ രാധാകൃഷ്ണ സാർ നമ്മളെ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡി കോർട്ടിയാട് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. അവിടെ ഒരു 2-3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം. അത്യാവശ്യം ആ ഭാഗത്ത് വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡൊക്കെ കാണാം. ദിമാപൂരിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത ദിവസം കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോട്ടെ. അതിനുശേഷം കുറച്ച് നേരം ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് നമുക്ക് പ്രോഗ്രാം. ഇന്നെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് നമുക്ക് പ്രോഗ്രാം. ഇത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വേണം നമുക്കിനി പ്രോഗ്രാം ചെയ്യാൻ. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇതിനകത്ത് ഇനി കൂടുതൽ സംഭവങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാരണം ടൈം എപ്പിസോഡിൻ്റെ ലെങ്ത് ഇത്തിരി കൂടുവാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. സമയം ഇപ്പോൾ എത്രയാണെന്നറിയാമോ? രാവിലെ 4:30. ആകാശം കാണുമ്പോൾ ഏകദേശം 8 മണിയായതുപോലെ തോന്നുന്നില്ലേ? ഇവിടെ ഇങ്ങനെയാണ്, നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെയാണ്. ഈ ടൈമിൽ 4:30 ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നേരം വെളുക്കും. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് നേരം വെളുത്താൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ 4:30 തന്നെ എഴുന്നേൽക്കും മിക്കവാറും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടെ നിന്നല്ല ഫുഡ് കഴിക്കുന്നത്. ഫുഡ് നമ്മൾ വേറൊരു സ്പെഷ്യൽ ഒരു സ്ഥലം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരെയും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ് അരുൺ.